എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വില്ലന്മാരായിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ ആകെ ഷോക്കായി അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. കാരണം ഒരു വില്ലേജിലേക്ക് കയറാനായിട്ട് പ്ലാൻ ചെയ്ത ആ 2 ബ്രിഡ്ജും തകർന്നിരിക്കുകയാണ്. ഇതാരെങ്കിലും തകർത്തായിരിക്കോ, എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ മെയിൻ ലീഡർ അവനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അവന്റെ അസിസ്റ്റന്റ് പറയും ഇവിടെ എവിടെയും ആരും വന്നു പോയതിന്റെ കാൽപ്പാടുകളൊന്നും തന്നെ കാണാനില്ല. സോ മിസ്ഫോർച്യൂനായിട്ട് എന്തോ സംഭവിച്ചതാണ്. പക്ഷെ ലീഡറിനാണെങ്കിൽ അപ്പോഴും എന്തൊക്കെയോ സംശയം. സോ ചെക്ക് ചെയ്യാനായിട്ട് എന്റെ 3 സോൾജിയേഴ്സിനെ അവൻ ആ വില്ലേജിലേക്ക് അയക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഡെങ്കിയ ടീം അവര് ബൈനോക്കുലറിലൂടെ ആ വില്ലന്മാരുടെ മൂവ്മെന്റ്സ് അത് വാച്ച് ചെയ്യും. അതിനുശേഷം അവരുടെ പ്ലാനുകളെ കുറിച്ച് പറയാനായി അങ്ങനെ നമ്മുടെ ആൾക്കാർ ലക്ഷ്യമാക്കി ഓടും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ടീം അവരാണെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ പ്രിസണേഴ്സിനെ നോക്കി ഇപ്പൊ കാഗുറയോട് പറയും, സത്യത്തില് ആദ്യം എനിക്ക് ഇവരെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു, പിന്നീട് ഇപ്പൊ എനിക്ക് അവരോട് കുറച്ച് സ്നേഹവും വിശ്വാസവും ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ചിരിക്കുകയാണ്. സത്യത്തിൽ നീയാണ് എന്നെ ഇങ്ങനെ ചേഞ്ച് ആക്കിയത്. മറ്റുള്ളവരെ വിശ്വസിക്കാനും അവർക്കൊരു ചാൻസ് കൊടുക്കാനും ഒക്കെ പഠിപ്പിച്ചത് നീയാണ്. ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര അതിശയം. ഞാനിപ്പോ ഇതൊക്കെ ഇവന് പഠിപ്പിച്ചു കൊടുത്തു ചിന്തിച്ച് അവൻ അങ്ങനെ വണ്ടർ അടിക്കും. സാറുടെ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് കണ്ട് സാറുടെയൊക്കെ ആണെങ്കിൽ കൺട്രോൾ പോവും. നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ മുൻപിൽ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്, എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ പ്രസന്റ് ലേഡീസിനെ അവരെ കാണിക്കുകയാണ്. ബുംതാൻ ആണെങ്കിൽ അവളോട് പറയും, സത്യത്തില് നിന്റെ അന്നത്തെ പ്ലാൻ അത് സക്സസ് ആയി നീ കാഗുറെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോ വലിയ അബദ്ധത്തിൽ ചെന്ന് വീണേനെ. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് പറയും. അതിന് ഇബിച്ചിക്കുകയാണെങ്കിൽ ശരിക്കും നീ എന്തായി പറയണേ, നമ്മുടെ ഓപ്പണന്റ് ടീം അവർ ഭയങ്കര പവർഫുൾ ആണ്, അവരുടെ മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവൻ പോലും നഷ്ടമാവും. നമ്മുടെ ടീംമേറ്റ്സിനെ പോലെ നമുക്കും മുൻപ് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ ജയിലിൽ ചാടി അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി പഴയ ടീം അത് ഫോം ചെയ്യണമെന്ന് അവൾ പറയും. അതിന് ബുംതാനാണെങ്കിൽ തീർത്ത് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിനി ഒരിക്കലും ആ പഴയ ടീമിലേക്കില്ല, ഒരു പുതിയ ലേഡിയായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് അവൾ അങ്ങനെ പറയുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ബുംതാനും അവളുടെ ഒരു ടീംമേറ്റും അവർ രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലാണ്. അവരാണെങ്കിൽ ആ പ്രിസണിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ഡേ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണ്. പ്ലാൻ പോലെ എല്ലാവരും ആ ജയിലിൽ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ ബുംതാന് മാത്രം പ്രതീക്ഷിച്ചതുപോലെ അവിടുന്ന് ഓടാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് വല്ലാത്തൊരു പെയിനും വല്ലാത്തൊരു വേദന അവളെ കീഴ്പ്പെടുത്തുകയാണ്. അവളുടെ ബോഡി മുഴുവൻ പോയിസൺ അത് സ്പ്രെഡ് ആയിരിക്കുകയാണ്. അടുത്ത നിമിഷം അവളുടെ പാർട്ട്ണർ അവൻ അവിടേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് പറയും, എനിക്ക് വേറെ വഴിയില്ല, എന്റെ ബോഡിയിൽ ഈ പോയിസൺ അത് ഇഞ്ചെക്ട് ചെയ്തത് ഞാനാണ്, ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇവിച്ചിക്കാണെങ്കിൽ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. നീ എന്തുകൊണ്ട് ഈ കാര്യം അന്ന് പറഞ്ഞില്ല? ഇതിനുംതാനാണെങ്കിൽ സ്ലൈറ്റ്ലി ഒന്ന് ചിരിക്കും. അന്ന് ഞാനിത് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അവനോട് പകരം വീട്ടിയേനെ. ബുംതാനാണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായിട്ടും ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷം ഞാൻ അവനെ കണ്ടെത്തും, എന്നെ ചതിച്ച അവനെ എന്റെ കൈകൊണ്ട് എനിക്ക് കൊല്ലണം. എന്റെ റിവഞ്ചിൽ നിങ്ങൾ ആരും എന്നെ സഹായിക്കാനായിട്ട് പാടില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇനി നീ കാഗുറയെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അവൻ നമ്മളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, അവനെ ചീറ്റ് ചെയ്യാൻ നീ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ ഞാനായിരിക്കും കൊല്ലുക. കട്ട് ചെയ്താ ഇവിടെ ഡെങ്കിയെ കാണിക്കും. ഡെങ്കി ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി ബൊറൂട്ടാൻ ടീമിന്റെ അടുത്തേക്ക് എത്തും. വലിയൊരു ഡേഞ്ചർ, ഈ ഒരു അപകടം അത് സംഭവിക്കാനായിട്ട് പോവാണ്. ആ വില്ലന്മാർ ടീം അവർ ബോർഡറിൽ എത്തിക്കഴിഞ്ഞു. ബ്രിഡ്ജ് തകർന്നത് കണ്ട് എന്തോ ഒരു സംശയം തോന്നി അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. അവരിൽ 3 പേര് മാത്രം ഇപ്പോ നമ്മൾ ലക്ഷ്യമാക്കി ഇവിടേക്ക് വരികയാണ്. അവർ നമ്മളുടെ പ്ലാനുകളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. പിന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. ആ വില്ലേജിലുള്ള ജനങ്ങൾ ആദ്യം ഒരു സേഫായ സ്ഥലത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്യണം. അതിനുശേഷം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മുടെ ആൾക്കാരും മറിഞ്ഞിരിക്കാനാണ് അവരുടെ ഫസ്റ്റത്തെ പ്ലാൻ. സോ സാറുടെ ആണെങ്കിൽ ഇവാക്യുവേഷൻ അത് സ്റ്റാർട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് കവാക്കി ആണെങ്കിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അവന്റെ ഹെഡ് ബാൻഡ് അത് ഒരു ബോക്സിന്റെ മേലെ അങ്ങനെ ഊരി വെക്കുകയാണ്. അവന്റെ ശ്രദ്ധ തെറ്റിയ ഗ്യാപ്പില് ഒരു പെൺകുട്ടി അവളാണെങ്കിൽ ആ ഹെഡ് ബാൻഡ് എടുത്ത് അവളുടെ തലയിൽ അണിഞ്ഞ് അവിടുന്ന് ഓടിപ്പോവും. കട്ട് ചെയ്ത ഇവിടെ ആകുറയാണെങ്കിൽ ആ പ്രിസണേഴ്സിന്റെ 3 പേരുടെയും ബോഡിയിലുള്ള കേഴ്സ് മാർക്ക് പവർ അതങ്ങനെ റിലീസ് ചെയ്യാണ്. അവരാണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിച്ച് ഷോക്കായിട്ട് ഇപ്പൊ അവനെ നോക്കും. ഷോക്കായിട്ട് ഇപ്പൊ കാഗുറയോട് ചോദിക്കും, നീ എന്തായി ചെയ്യണേ, നിനക്ക് എന്തു പറ്റി? അതിന് കാഗുറ പറയും,
വരാൻ പോകുന്നത് വലിയൊരു വാറാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു പവർ അത് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അത് നഷ്ടാവും. അത് കേട്ട രണ്ടുപേരും ഇപ്പൊ ഇബിച്ചിക്കയെ നോക്കുകയാണ്. അവളാണെങ്കിൽ തല താഴ്ത്തി അങ്ങനെ നിൽക്കും. കാരണം അവൾ അന്ന് അകുറെ കൊല്ലുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 3 പേർക്കും അവരുടെ ജീവൻ നഷ്ടമായേനെ. കാഗുറയാണെങ്കിൽ അവരോട് പറയും, നിങ്ങളെ 3 പേരെയും ഇനി ഞാൻ പകരക്കാരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ രക്ഷപ്പെട്ടു പോവാം. അതല്ല ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കാം. ഒന്നിനും നിങ്ങളെ ഞാൻ പ്രഷർ ചെയ്യില്ല. ഉടനെ അവര് 3 പേരും ഇപ്പൊ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ വിട്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല. ഈ ഗ്രാമത്തെയും നമ്മുടെ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വരെ ഞങ്ങൾ 3 പേരും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പറയും. കാഗുറയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരെ നോക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാറഡ അവളാണെങ്കിൽ വില്ലേജിലുള്ള എല്ലാവരെയും ഒരു ഹിഡൻ പ്ലേസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാറഡ ആണെങ്കിൽ അവരോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിസ്റ്റ് വില്ലേജിലെ സോൾജിയേഴ്സും വലിയ വലിയ ഷിനോബികളും എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് ഫുൾ സപ്പോർട്ടായി ലീഫ് വില്ലേജിലെ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പുറത്ത് എന്ത് വലിയ ശബ്ദം കേട്ടാലും പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. നിങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം. എല്ലാം സോൾവ് ആയതിനു ശേഷം ഞങ്ങൾ ഇവിടേക്ക് വന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയും. അത് കേട്ട് അവരും സമാധാനമായിട്ടിരിക്കുകയാണ്. ഏതോ ഒരാളാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഓടി വരും. അതിനുശേഷം വിളിച്ചു പറയും, ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ അവരെ ഒന്നും കാണാനില്ല. അത് കേട്ട് ടെൻഷനായി സാറയുടെയും ബൊറൂട്ടോയും മീറ്റ്സുകയും കവാക്കിയും എല്ലാവരും അവിടേക്ക് വരികയാണ്. ഉടനെ ഒരു ചെറിയ പെൺകുട്ടി അവൾ പറയും, എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ആ വലിയ മൗണ്ടെയിൻ അത് ലക്ഷ്യമാക്കി പോയിരിക്കുകയാണ്. ആക്ച്വലി ബിഗ് ബ്രദർ കൊവാക്കിയുടെ ഹെഡ് ബാൻഡ് അത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിരുന്നു. അവൾ ആ ബാൻഡ് തലയിൽ വെച്ചാണ് അവിടേക്ക് പോയത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്കാവും. കൊവാക്കിയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. അതിന് നമ്മുടെ ആൾക്കാർ ചോദിക്കും, എന്തു പറ്റി, നീ എവിടേക്കാ പോണേ? ഉടനെ കൊവാക്കിയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്യും. ആ ഹെഡ് ബാൻഡ് അത് കണ്ടാൽ തീർച്ചയായിട്ടും ഇല്ലന്മാർ ആ കുഞ്ഞുങ്ങളെ വെറുതെ വിടില്ല. എത്രയും വേഗം അവരെ സേവ് ചെയ്യണം. ആ ഹെഡ് ബാൻഡ് അത് തിരികെ പിടിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇവിടേക്ക് എത്തുമെന്ന് പറയും. ആകുറയാണെങ്കിൽ ഇപ്പോ കവാക്കിയുടെ അടുത്തേക്ക് വരും. നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറയും. ഉടനെ അവരോടൊപ്പം മീറ്റ്സുകയും കൂടെ ചേരുകയാണ്. കാഗുറയാണെങ്കിൽ സാറഡയോട് പറയും, ഈ മിഷന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി സാറഡ ഞാൻ നിനക്ക് തരാണ്. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാവരും ആ മൗണ്ടെയിൻ ലക്ഷ്യമാക്കി പോകും. അതേസമയം ആ വില്ലന്മാര് അവരാണെങ്കിൽ വില്ലൻ ലീഡർ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം മനസ്സിലോർത്ത് കാട്ടിലൂടെ ഓടി വരികയാണ്. മറ്റൊരു ഭാഗത്ത് കുട്ടികൾ അവർ ആ മൗണ്ടെയിന്റെ ഭാഗത്ത് ഒക്കെ തലയിലിട്ട് ഹായായിട്ട് കളിക്കുകയാണ്. ആ വില്ലന്മാർ അടുത്തെത്തേണ്ട അതേ സമയം തന്നെ നമ്മുടെ ആൾക്കാർ അവരവിടേക്ക് ചാടി വീണ് കുഞ്ഞുങ്ങളെല്ലാം സേവ് ചെയ്ത് ഒരു സേഫായ സ്ഥലത്തേക്ക് മാറും. അതിനുശേഷം ആ കുഞ്ഞുങ്ങളോട് ഇത്തരത്തില് അപകടകരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരു താക്കീത് കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറഡ ടീം അവരിങ്ങനെ എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ ആ ഗ്രാമത്തിന്റെ ഓരോ കോണിലായിട്ട് ഒളിഞ്ഞിരിക്കും. ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഗ്രാമത്തിന്റെ ചീഫ് ആളും അസിസ്റ്റന്റും ആ വില്ലന്മാരുടെ അടുത്തേക്ക് വരികയാണ്. വില്ലന്മാര് ആ ചീഫിനോട് ആവശ്യത്തിന് ഭക്ഷണം ചോദിക്കും. ചീഫാണെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കും. വില്ലന്മാർ ചുറ്റും എല്ലായിടത്തും അങ്ങനെ വീക്ഷിക്കുകയാണ്. ഇവിടെ ജനങ്ങളൊക്കെ വളരെ കുറവാണോ? വരുന്ന വഴിക്ക് ട്രാപ്പുകളൊക്കെ ഞങ്ങൾ കാണാനിടയായി. ഇവിടെ സത്യത്തിൽ എന്താ നടക്കണേ? അതിനാ ചീഫ് പറയും, ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള 2 ബ്രിഡ്ജ് അത് തകർന്നു. ഗ്രാമത്തിൽ ഇപ്പൊ കാര്യമായിട്ട് ആളുകൾ ആരുമില്ല. മാത്രമല്ല ഇവിടെ കള്ളന്മാരുടെ ശല്യം വളരെ രൂക്ഷമാണ്. സോ ചില ട്രാപ്പുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്താണെന്ന് പറയും. അടുത്ത നിമിഷം ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം അവർ കേൾക്കുകയാണ്. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. ഇടയിൽ ഇവാബെ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു വീട് ഒരു പാറയാക്കി മാറ്റും. ഉടനെ ഡെങ്കി ആണെങ്കിൽ ഒരു മീൻ എടുത്ത് പൂച്ചയുടെ അടുത്തേക്ക് എറിയാണ്. ആ പൂച്ച അവിടേക്ക് ഓടിയെത്തും. ആ വില്ലന്മാര് കേട്ട ശബ്ദം അത് പൂച്ചയുടേതാണെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ്. ആ ചീഫാണെങ്കിൽ മീൻ എടുത്ത് കാണിക്കും. ഈ പൂച്ച വളരെ ശല്യമാണ്, എപ്പോഴും ഞങ്ങളുടെ മത്സ്യം അത് ഇവറ്റകൾ മോഷ്ടിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഡെങ്കി അവനാണെങ്കിൽ ആ ഇബിച്ചിക്കയുടെ അടുത്തേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ആ ഇബിച്ചിക്ക് അവളാണെങ്കിൽ ഗ്യാപ്പില് രക്ഷപ്പെട്ടു പോവാണ്. അത് കണ്ട് മെറ്റല്ലി അവിടേക്ക് ഓടി വന്ന് കാര്യം അന്വേഷിക്കും. അവള് പറയും, ആ കേഴ്സ് മാർക്കൊന്നും ഇപ്പൊ എന്റെ ബോഡിയിലില്ല. സോ ഇതെനിക്ക് പറ്റിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. സോ ഈ ചാൻസ് മുതലെടുത്ത് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നടന്നു നീങ്ങും. മെറ്റല്ലി ആണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കും. പക്ഷേ അവൾ അവളുടെ നീഡിൽ ഉപയോഗിച്ച് അവനെ അടിച്ചിട്ട് കടന്നു പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ 3 വില്ലന്മാര് അവര് തിരികെ വന്ന് ആ മെയിൻ വില്ലനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കരുതിയതുപോലെ അവിടെ കുഴപ്പമൊന്നുമില്ല, എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ
മെറ്റല്ലിയാണെങ്കിൽ തിരികെ എത്തി ഇബിച്ചിക്ക് അവള് രക്ഷപ്പെട്ടു പോയ കാര്യം പറയുകയാണ്. കാഗുറയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള രണ്ടുപേരോട് പറയും, ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുകയാണ്, എന്ത് വില കൊടുത്തും എബിച്ചിക്കോയെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവരാണെങ്കിൽ ഇബിച്ചിക്കോ ലേഡി അവളെ അന്വേഷിച്ച് ഉഷാറായിട്ട് ഓടും. അതേസമയം ഇവിടെ എബിച്ചിക്കോ അവൾ അവിടുന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിൽ അങ്ങനെ ഹായി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.